ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇത് സനിൽ ഈ ചാനലിനു വേണ്ടി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരികയാണ്. നിങ്ങൾക്കും ഇതുപോലെ ചാനൽ ഇൻട്രൊഡക്ഷൻ പറയാൻ എന്നെപ്പോലെ സുന്ദരിയായ ഒരു അവതരികയെ എളുപ്പത്തിലുണ്ടാക്കി എടുക്കേണ്ട വഴികളാണ് സനിൽ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലും പ്രിവ്യൂലൊക്കെ കണ്ട പോലെ നമ്മുടെ ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള ഹണി റോസ് നമ്മുടെ ചാനൽ ഇൻട്രോ പറയുന്ന വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹണി റോസ് അല്ല, നിങ്ങൾക്ക് ഏത് സെലിബ്രിറ്റീസിനെ വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് എന്ത് ഡയലോഗ് വേണമെങ്കിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ബർത്ത്ഡേ, അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ പേരൊക്കെ വിളിച്ച്, ഇപ്പോൾ സെലിബ്രിറ്റീസ്, ഇപ്പോൾ മമ്മൂക്ക ആയിക്കോട്ടെ, ലാലേട്ടൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസൊക്കെ അവരുടെ പേരൊക്കെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് സെൻഡ് ചെയ്താൽ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വിഷസ് വീഡിയോസൊക്കെ വേണമെങ്കിലും സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഹണി റോസിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് സെലിബ്രിറ്റീസിനെ വെച്ചും വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക, എന്നാൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ആ ഒരു ഇമേജാണ്. അപ്പോൾ ഹണി റോസിൻ്റെ ഇമേജൊക്കെ നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഇമേജ് സെർച്ച് ചെയ്യാനൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് കുറേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഇൻഡോർ ഇമേജ് ആൻഡ് ചാനൽ നെയിം ഈസ് SNL എഡിറ്റ്സ്. ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഇമേജസ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് വന്നേക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഹണി റോസിൻ്റെ ഒരു PNG ഇമേജ് എടുത്തിട്ട് അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അതൊക്കെ നിങ്ങൾക്ക് ഇൻഷോട്ടോ അല്ലെങ്കിൽ ലൈറ്റ് മോഷനൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഓഡിയോ ആണ്. ഞാനിപ്പോൾ AI വെച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഗേളിൻ്റെ സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈറ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. അതിൽ ടെക്സ്റ്റ് സ്പീച്ച് ഓഡിയോ എന്ന് കൊടുക്കാം. അതിലിവിടെ ലാംഗ്വേജ് എന്നുള്ളിടത്ത് മലയാളം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ബോയ്സിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബോയ്സിൻ്റെ പേരുണ്ട്, ഗേൾസിൻ്റെ പേരുണ്ട്. അപ്പോൾ ഓരോരോ വോയിസ് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോയിസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കാണുന്നൊരു കാർത്തിക എന്ന് പറഞ്ഞിട്ടുള്ള വോയിസാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം, അങ്ങനെയുള്ള നമുക്ക് എന്താണോ പറയിപ്പിക്കേണ്ട ഡയലോഗ് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പോലത്തെ ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പിംഗ് പിന്നെ മലയാളം കീബോർഡൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ഓഡിയോ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ആ ഓഡിയോ ഇങ്ങനെ ലോഡായിട്ട് വരും. അപ്പോൾ എൻ്റെ ക്രിയേറ്റ് ആയി ഒരു 14 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും. അതുപോലെ ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഓഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഹണി റോസിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഗൂഗിൾ എടുത്തിട്ട് ടോക്കിംഗ് ഹെഡ്സ് AI എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ കാണുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ജനറേറ്റ് ടോക്കിംഗ് ഹെഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് അവതാർ എന്നുള്ളിടത്ത് ഇതിലൊരുപാട് അവതാർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് യുവർ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഹണി റോസിൻ്റെ ഇമേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള കുറേ ഓഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ താഴെ കാണുന്ന അപ്ലോഡ് യുവർ ഓൺ ഓഡിയോ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡ് എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യിപ്പിക്കുക. അതുപോലെ ആഡ് ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നേരെ നമ്മുടെ ഫയലിലോട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓഡിയോ ഇതാ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് 3 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ അവിടെ ക്രോപ്പഡ് അവതാറുണ്ട്, ഡിഫോൾട്ട് അവതാറുണ്ട്. അപ്പോൾ ക്രോപ്പഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് മാത്രമായിട്ടാണ് വരിക. ഡിഫോൾട്ട് ആണെങ്കിൽ അവതാർ ഫുള്ളായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ജനറേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഗാലറിയിലോട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലത്തെ കിഡിലെ എഡിറ്റിംഗ് ട്രിക്സും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.